നല്ല പെർഫെക്റ്റ് വണ്ടിയാണ്, ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടി, കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഒറിജിനൽ ഷേപ്പ് തന്നെ അല്ലേ, ഷേപ്പ് പോലും മാറ്റിയില്ല. ഇത് 2021 ZX ആണ്, മറ്റേത് VX ആണെങ്കിൽ ഇത് ZX ആണ്. 34,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. വണ്ടി വിൽക്കാനുള്ളവർക്ക് ഈ പേര് മാറി കൊടുക്കുന്ന ഒരു പേടി ഉണ്ടാവില്ല, പേര് മാറാണ്ട് പലരും എടുക്കുന്നത്. അത് നിങ്ങൾ മറന്നുകൊണ്ടാ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ്. കാരണം ഗവൺമെൻറ് രജിസ്ട്രേഷൻ ഇവർക്ക് കിട്ടി. അപ്പോൾ എന്ന് വെച്ചാൽ ടെമ്പററി രജിസ്ട്രേഷൻ ഇവരെ പേരിലാണ് വരിക വണ്ടിയുടെ, ഓണർഷിപ്പ് മാറുകയില്ല. നിങ്ങളുടെ വണ്ടിക്ക് കിട്ടുന്ന വില കുറയില്ല ഒരിക്കലും. നമ്മൾ തന്നെ കൊണ്ടുവന്ന് ഒരു കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഇങ്ങോട്ട് കൊണ്ടുവന്ന് KL7 രജിസ്റ്റർ ആക്കി കൊടുത്താണ്. അപ്പൊ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. റീവണ്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു തരും അല്ലേ, അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ എടുത്തു തരും. 2022 ആണ് ഓപ്ഷൻ, ഏറ്റവും കൂടിയ വണ്ടിയാണ്. പിന്നെ അതുപോലെ വണ്ടി നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. എങ്ങനെ പോയാലും ഒരു 18-നും 20-നും ഇടയിലൊക്കെ 20-ന്റെ അടുത്ത് മൈലേജ് ഉണ്ട്. ഡീസൽ മാനുവൽ ആണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും TG7 എത്തിയിരിക്കുകയാണ്. അനസ്മാന്റെ കൂടെ അനസ്ക, സ്വാഗതം. TG7 നമ്മളിപ്പോ എന്താ പറയാ ഈ വർഷം ചെയ്തു തുടങ്ങിയാണ്, 2025 അഞ്ചാമത്തെ വീഡിയോ. പക്ഷെ നല്ല അടിപൊളി പ്രൈസിൽ വണ്ടികൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അത് നല്ല ക്വാളിറ്റി വണ്ടികളാണ്. വണ്ടികളുടെ പ്രൈസിനേക്കാൾ കൂടുതൽ ഉറപ്പിച്ച് പറയാൻ വണ്ടിയുടെ ക്വാളിറ്റിയിലാണ്. അതെ, തീർച്ചയായും അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് ഏകദേശം. ഓക്കെ, ഹൈവേ സൈഡിൽ തന്നെയാണ്. നമ്മുടെ ഇപ്പൊ പുതിയ വരുന്ന മെയിൻ ഹൈവേന്റെ സൈഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോ എന്താ ഇന്നത്തെ സ്പെഷ്യൽ? ഇന്ന് ഒരു ചെറിയൊരു ക്ലിയറൻസ് സ്റ്റോക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഒരു 3-4 വണ്ടികൾ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. അതൊന്നും കൂടി ഒന്ന് പ്രൈസൊക്കെ ഒന്ന് നല്ല കുറച്ചിട്ട് തന്നെ പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോയുടെ അവസ്ഥ എന്തായിരുന്നു? കഴിഞ്ഞ വീഡിയോയിൽ അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ടായിരുന്നു. ഏകദേശം നന്നായിട്ട് വണ്ടികൾ സെല് ചെയ്യാൻ പറ്റി. നല്ല കസ്റ്റമർ ഫീഡ്ബാക്ക് ആയിരുന്നു. ഓരോ വണ്ടികൾക്ക് പോയ വണ്ടികൾക്ക് തന്നെ ബാക്ക് ടു ബാക്ക് കോളുകളൊക്കെ വന്നു. ഹെക്സ പോയി. ഹെക്സ രണ്ടാമത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് പോയത്. ഫസ്റ്റ് നമ്മുടെ വീഡിയോയിൽ പോയതാണ്, ഫസ്റ്റത്തെ വീഡിയോയിൽ. പിന്നെ രണ്ടാമത് അത് ബൈബാക്ക് ചെയ്ത വണ്ടിയാണ്. നമ്മൾ ബൈബാക്ക് ചെയ്തിട്ട് ഈ വീഡിയോയിൽ തന്നെ ആ വണ്ടി വീണ്ടും പോയി. ഇന്നൊരു ഹെക്സ ഉണ്ട്, ഇന്നൊരു ഓട്ടോമാറ്റിക് ഹെക്സ ഉണ്ട്. ഹെക്സക്ക് ആരാധകരുണ്ട്. ഹെക്സക്ക് ആരാധകരുണ്ട്. ഓക്കെ, അതുപോലെ വലിയ വണ്ടിയുണ്ട്, ലാൻഡ് ക്രൂയിസർ ഉണ്ട്. അപ്പോ അത് അറിയാണല്ലേ, അത് പുറത്തുനിന്ന് വന്ന വണ്ടിയാണത്. അപ്പൊ എല്ലാ സെഗ്മെന്റും കിട്ടുക, പ്രീമിയം എല്ലാം ഉണ്ട്. അതെ, മിഡ് സെഗ്മെന്റും ചെറിയ വിലയിൽ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് എക്സ്ചേഞ്ച് വന്ന വണ്ടികളൊക്കെ ഉണ്ട്. ആളുകൾ വിളിക്കുന്നതിനനുസരിച്ച് നമുക്ക് വണ്ടികൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. നമുക്ക് അതേ പ്രൈസിൽ തന്നെ മാക്സിമം കുറച്ച് കൊടുക്കാം. ഇനിയിപ്പോ വിലയിൽ ഇപ്പൊ പറയണത് ആ സമയത്ത് എന്തെങ്കിലും കൂടി പോയാലും വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാക്സിമം ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്ത് കൊടുക്കാം. എന്തായാലും വീഡിയോയിലൊന്നും ഇതുവരെ കാര്യമായിട്ടുള്ള നെഗറ്റീവ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോളൂ, സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി എവിടെയാ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ. നമ്മളെല്ലാ വീഡിയോയിലും TG7 എന്ന് പറയാറുണ്ട്. ഇതിന്റെ ഫുൾ ഫോം ഉണ്ട്, ടോപ്പ് ഗിയർ 7. അതാണ് ഫുൾ ഫോം. ഓക്കെ, നമ്മുടെ ആദ്യ വാഹനം ഹോണ്ട സിറ്റി ആണ്, KL7 രജിസ്ട്രേഷൻ, ന്യൂ ഷേപ്പ് അല്ലേ. ഇതിനുശേഷം പിന്നെ ഇറങ്ങിയിട്ടുള്ള ഷേപ്പ്, ഇതിനുശേഷം ഒരു ഷേപ്പും കൂടിയുണ്ട്, ചെറിയ വ്യത്യാസങ്ങൾ കൂടി വന്നിട്ടുണ്ട്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 ആണ്. 28,000 കിലോമീറ്റർ ഓടിയേക്കുന്ന VX ആണ്. ഏറ്റവും ടോപ്പിന്റെ VX ആണ്. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അണ്ടർ വാറണ്ടിയാണ്. 26 10-ാം മാസം വരെ വാറണ്ടി ഉണ്ട്. വണ്ടി വേറെ ക്ലെയിമോ കാര്യങ്ങളോ നല്ല വണ്ടി വെച്ചാൽ കറക്റ്റ് പ്രോപ്പർ സർവീസ് ഒക്കെ പോയിട്ടുള്ള കറക്റ്റ് കമ്പനി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ZX-ലേക്ക് വരുമ്പോൾ എന്താ മാറ്റം വരുന്നത്? ZX-ലോട്ട് വരുമ്പോൾ അതിന്റെ അതുകൊണ്ട് പിന്നെ ലെതർ സീറ്റ്സിൽ വ്യത്യാസം വരുന്നുണ്ട്, ചെറിയ മാറ്റം, അതേ ഉള്ളൂ. വലിയ മാറ്റങ്ങളല്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ZX ഉണ്ട് അടുത്ത്, ZX കൂടി അടുത്ത് കാണിക്കാം. അപ്പൊ ഇത് സിംഗിൾ ഓണർ ആണ് വണ്ടി. നമുക്ക് 11,90,000 രൂപയാണ് ഇതിന്റെ വില. ഓട്ടോമാറ്റിക് 2022 മോഡൽ ഓട്ടോമാറ്റിക് VX 1190 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു ക്ലെയിം ഒന്നുമില്ല. നല്ല പ്രൈസ് ആണ്. അത് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ പ്രൈസ് മനസ്സിലാവും. 22 മോഡൽ വണ്ടിക്ക് 1190. ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. മാക്സിമം 11 ലോൺ കയറും. ലോൺ എന്തായാലും കയറും. 11-11 എന്തായാലും കയറും, ഷുവറായിട്ടും ഉറപ്പായിട്ടും കയറും. ഓക്കെ, ഫുൾ സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാണ്. അടുത്തൊരു സിറ്റി തന്നെ കാണാം. അടുത്ത സിറ്റി KL43 വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 ആണ്. ZX ആണ്. മറ്റേത് VX ആണെങ്കിൽ ഇത് ZX ആണ്. 34,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പിന്നെ ലെതർ സീറ്റ്സിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ കിലോമീറ്റർ വരുന്നത് 32,000 കിലോമീറ്റർ ആണ്.
ഇത് എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, ലോ കിലോമീറ്റർ തന്നെ, കിലോമീറ്റർ കുറവ് തന്നെ. എത്ര വരെ എക്സ്റ്റൻഡ് വാറണ്ടി? എക്സ്റ്റൻഡ് വാറണ്ടി അടുത്ത വർഷം മാസം ഓർക്കണില്ല, എന്തായാലും പകുതിയോട് അടുപ്പിച്ചിട്ടുണ്ട്, 26 ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ പ്രൈസ് ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്, പ്രൈസ് പറയുന്നത് 12 ലക്ഷം രൂപയാണ്. 12 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2021 ലോ കിലോമീറ്റർ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ്, ZX ആണ്. നേരത്തെ കണ്ട VX, അതാണ് ആ പ്രൈസിന്റെ ഒരു ഡിഫറൻസ് അല്ലേ. ഇത് 12 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ഇതും 11-11.5 ലോണും കയറുള്ളൂ. ഫോർച്യൂണർ KL 18 എന്റെ നാട്ടിലെ വണ്ടിയാ, വടകര, കോഴിക്കോട് ജില്ല. റിയ ഇത് അല്ലല്ല, ഒറിജിനൽ കേരളയാണ്. 3 ഓണർ ആയിട്ടുണ്ട്, 185 ഓടിയിട്ടുണ്ട്. പക്ഷെ മെക്കാനിക്കലി ഗുഡ് എന്ന് തന്നെ പറയാം. നല്ല പെർഫെക്റ്റ് വണ്ടിയാണ്, ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടി, കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഒറിജിനൽ ഷേപ്പ് തന്നെ അല്ലേ, ഷേപ്പ് പോലും മാറ്റിയില്ല. ഒറിജിനൽ ചെറിയ ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട്. 185 ഓടിയിട്ടുണ്ട്, തേർഡ് ഓണർ ആണ്. ഏതാ മോഡൽ പറഞ്ഞത്? 2009. അതിന്റെ പേപ്പറൊക്കെ റിന്യൂ ചെയ്തിട്ടുണ്ട്. 24 എടുത്ത് 29 വരെ നിലവിൽ പേപ്പറുള്ള വാഹനമാണ്. വണ്ടി പഴയതാണെങ്കിലും കേൾക്കുന്നവർക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാട്ടോ, വണ്ടി മെക്കാനിക്കലി നല്ല വണ്ടിയാണ്. നല്ല നമ്മൾ ഓടിച്ചൊക്കെ നോക്കിയിട്ട് ഒട്ടും ആ പഴക്കത്തിൻ്റെതായിട്ടുള്ള ഒരു മോശം പറയാനില്ല. പിന്നെ ഒറിജിനാലിറ്റി, ആ ഷേപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ? അങ്ങനത്തെ എന്തായാലും ഇഷ്ടാവും. ഞാൻ അങ്ങനത്തെ ഒരു ഇന്നോവ എവിടുന്ന കാണിച്ചിട്ട് ഫുള്ള് നാലെനിക്ക് പറയാം, ഒറിജിനൽ ഷേപ്പിന്, പഴയ ഷേപ്പ് ഇന്നോവക്ക് എല്ലാവരും മാറ്റുമല്ലോ. അതാണ് എല്ലാവരും മാറ്റുന്നുണ്ട്. ഈ ഒരു ഷേപ്പ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഉണ്ടാവും. എത്ര ഇപ്പൊ ചോദിക്കുന്നത്? എത്രയാ? ഇത് 9 ചോദിക്കുന്നത്. ഓട്ടോമാറ്റിക്കാ അല്ല മാനുവൽ? ഈ ഓപ്ഷനിൽ മാനുവൽ, ഇയറിൽ മാനുവൽ മാത്രമേ. 4x4 ആണ്. 4x4 മാനുവൽ ആണ്. 2009 29 വരെ പേപ്പറുള്ള വാഹനമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോളൂ. ലോണ് ചാൻസ് കുറവാണ്. പിന്നെ ലോക്കൽ ഫിനാൻസുകളൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് എന്തായാലും കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും, ഉറപ്പായിട്ടും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആണ്. ഓക്കെ, പ്രൈസ് പറഞ്ഞു നമ്മള് 9 ലക്ഷം രൂപ. 9 ലക്ഷം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഒറിജിനൽ കേരള വണ്ടിയാണ്, റിയൽ അല്ല, ഒറിജിനൽ കേരള. അടുത്ത വണ്ടിയിലേക്ക് ദ പ്രീമിയം ഹാച്ച്ബാക്ക് ടാറ്റ ഓൾട്രോസ് KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് വണ്ടി ഇതിന് ഓർമ്മയില്ലാണ്ടാണ് ഈ വണ്ടി കാണിച്ചിട്ടുള്ള വണ്ടിയാണ്. 2 മാസം മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് വില കുറച്ച് കൂടുതലാണ്, എന്താണെന്നറിയില്ല. ഇപ്പൊ GSTയുടെ കുറവും പിന്നെ അതുപോലെ മാറി വർഷാവസാനത്തിന്റെ ഒക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് നമ്മള് 7.5 പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഒരു 6.75 കൊടുക്കാം. അപ്പൊ അത് 1-2 വണ്ടിയും കൂടി നമ്മൾ അന്ന് കാണിച്ചതിൽ ഇങ്ങനെ ബാക്കിയുണ്ട്. എന്നാലും അന്ന് ചിലപ്പോൾ ഇനി ആരെങ്കിലും പ്രൈസ് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി കുറച്ച് കൊടുക്കാം. ലാഭം നോക്കണല്ലോ, എന്തായാലും മാക്സിമം എന്തായാലും സ്റ്റോക്ക് ക്ലിയർ ആവണം എന്തായാലും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതൊരു 6.75 ഫൈനൽ കൊടുക്കാം. നല്ല വണ്ടിയാട്ടോ. 2022 ആണ്. ഓപ്ഷൻ ഏറ്റവും കൂടിയ വണ്ടിയാണ്. പിന്നെ അതുപോലെ വണ്ടി നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. എങ്ങനെ പോയാലും ഒരു 18-നും 20-നും ഇടയിലൊക്കെ 20-ന്റെ അടുത്ത് മൈലേജ് കിട്ടും. ഡീസൽ മാനുവലാണ്. ഡീസൽ മാനുവൽ മൈലേജ് ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് ഓട്ടം ഉള്ളവർക്ക് എന്തായാലും. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ വലിയ ഓട്ടം പോയിട്ടില്ല. 2022 വെച്ച് നോക്കുമ്പോ അല്ലേ. ഓക്കെ, അപ്പൊ 6.25 ഇപ്പൊ ഫൈനൽ റേറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 6 ലക്ഷം 6.25 ലോൺ എളുപ്പത്തിൽ കിട്ടും. 19,000 രൂപ കണ്ട ഇറക്കി കൊണ്ടുപോകാം. ഡീസൽ അൾട്രോസ് ആണ്. താല്പര്യം ഉണ്ട് എന്തായാലും വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഫോർഡ് ആസ്പയർ. ആംബിയന്റ് സെഡാൻ കാറ്റഗറിയാണ്. ആസ്പയർ ആണ്. ആംബിയന്റ് ആണ് ഓപ്ഷൻ. ഓക്കെ, ആംബിയന്റില് പവർ വിൻഡോസ് അങ്ങനത്തെ മിറർ അഡ്ജസ്റ്റ് വരും? ഇല്ല, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ കുറവാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2019 വണ്ടിയാണ്. 19 ആസ്പയർ ആണ്. ഓക്കെ, ഡീസലാ? പെട്രോൾ മാനുവലാണ്. ഓക്കെ, ഫോർഡിന്റെ ഡ്രൈവിംഗ് കംഫർട്ട്, സുഖം, അതൊക്കെ അറിയുന്നവര് ഫോർഡ് തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ, ചെറിയ കിലോമീറ്റർ, അത്യാവശ്യം ലോണും കിട്ടും. പിന്നെ കിലോമീറ്റർ കുറവൊക്കെ അതിൻ്റെ ഒരു അട്രാക്ഷൻ ആണ്. 3.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും വണ്ടി. 3,75,000 രൂപയ്ക്ക് ഫോർഡിന്റെ ഒരു സെഡാൻ വണ്ടി, അതും പെട്രോൾ ആണ്. മെയിൻ്റനൻസ് ആയിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ പറയാ, അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു കോമ്പാക്ട് സെഡാൻ. ചെറിയ പൈസ ഒക്കെ ചിലപ്പോൾ നമ്മൾ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതി, ഇറക്കി കൊണ്ടുപോകാം. ഒരു 25,000 50,000 കണ്ടാൽ അതും വേണ്ടി വരില്ല. ചിലപ്പോൾ ഫുൾ ലോണും കയറും. നോക്കാം. ഓക്കെ, മൈലേജ് ഒരു 11-14 ഉണ്ടാവും. ആ റേഞ്ച് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഹോണ്ട അമേസ് KL 45 വാഹനം. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2015 ആണ്. ഇതും ഈ പറഞ്ഞ പോലെ കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവല്. S ആണ് വേരിയന്റ്. പക്ഷെ അലോയ് വീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എസ് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനത്തെ ഉണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. പവർ വിൻഡോസ് എല്ലാം വരും. എല്ലാം ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഷേപ്പ് തന്നെ ഒരു ഇത് തന്നെ. ഓക്കെ, ഒരു എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല.
ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു അമേസ്, ഒരു 12-15 റേഞ്ച് മൈലേജ് കിട്ടും. ഓയിൽ ചേഞ്ച് മാത്രം ചെയ്യാം, ഓടിക്കുക. മെയിൻ്റെനൻസ് ഫ്രീ എന്ന് പറയാം. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ചെറിയ പ്രൈസിന് കൊടുക്കാം, നമുക്ക് 3,25,000 രൂപ കൊടുക്കാം. 3.25 ലക്ഷത്തിന് 15 എസ് ഓപ്ഷൻ ലോ കിലോമീറ്റർ അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു ക്ലെയിമും ഇല്ലാത്ത നീറ്റ് വണ്ടി. നമുക്ക് വീണ്ടും പറയട്ടെ, കിലോമീറ്റർ ആണ് ഇതിന്റെ അട്രാക്ഷൻ. പലപ്പോഴും ആളുകൾ കിലോമീറ്റർ ടാമ്പറിങ് അങ്ങനത്തെ ഒരു കാര്യം പേടിക്കേണ്ട. കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്. നമ്മളുടെ ഇവിടെ ഉള്ള ഒരു വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. ശരി, ധൈര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് കുറച്ച് ഓടിയാലും വലിയ പൈസ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ എഞ്ചിനാണ്. ഓക്കെ, സർവീസ് പക്ക ചെയ്തു പോയാൽ 10,000 ചെറിയ പൈസ ഉള്ളൂ. തീർച്ചയായും. അടുത്ത വണ്ടിയിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഇവിടെ എല്ലാം കിട്ടുന്നു. അടുത്തത് പ്രീമിയാണ്. KL 7 രജിസ്ട്രേഷനുള്ള മെഴ്സിഡസ് ബെൻസ് GLE 250. GLE 250 ആണ്. പിന്നെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വണ്ടിയും ബൈബാക്ക് ചെയ്ത വണ്ടിയാണ് നമ്മള്. ഇത് ശരിക്കും വെസ്റ്റ് ബംഗാൾ വണ്ടിയായിരുന്നു. ഇങ്ങോട്ടാക്കി നമ്മൾ തന്നെ കൊണ്ടുവന്ന് ഒരു കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഇങ്ങോട്ട് കൊണ്ടുവന്ന് KL 7 രജിസ്റ്റർ ആക്കി കൊടുത്താണ്. അപ്പൊ അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. റീവണ്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു തരും അല്ലേ? അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ എടുത്തു തരും. നമുക്കിപ്പോ ഇവിടെ കിട്ടാത്ത എന്തെങ്കിലും വണ്ടികളൊക്കെ ആവശ്യപ്രകാരം നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അത് ഫുൾ ഗ്യാരണ്ടിയോട് കൂടിയിട്ട്. ഇനി വണ്ടി കൊണ്ടുവന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ തിരിച്ച് കൊടുക്കാവുന്ന ഒരു സാഹചര്യത്തിൽ ചെയ്യുള്ളൂ. കസ്റ്റമർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ധൈര്യത്തിൽ വിളിക്കാം. അതെ. അപ്പൊ ഇത് ഇവിടെ KL 7 നമ്പർ ആക്കിയതാണ്. ഏതാ മോഡല്? 2015 GLE ഇറങ്ങിയേക്കുന്ന മോഡൽ. ആദ്യം ഇറങ്ങുന്നത് 2015 2015 ഇറങ്ങിയേക്കുന്ന ഷേപ്പാണത്. അതെ, നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. എങ്ങനെ പോയാലും ഒരു 16-17 ഒക്കെ മൈലേജ് കിട്ടും. പ്രാക്ടിക്കലായിട്ടാ ഡെയിലി നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഡീസലാണ്, ഓട്ടോമാറ്റിക്. വലിയൊരു SUV ആണ്, അതിനാണ് ഇത്രയും മൈലേജ് കിട്ടുന്നത് അല്ലേ? കിലോമീറ്റർ എത്ര? 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസ് ഒക്കെ പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഇവിടെ ഇപ്പൊ സെക്കൻഡ് ഓണർ ആയോ? ഇവിടെ ഇപ്പൊ സെക്കൻഡ് ഓണർ, അവിടെ സിംഗിൾ ഓണർ, ഇവിടെ സെക്കൻഡ് അല്ലേ? ഓക്കെ, ഇനി നിങ്ങളൊന്നും ചെയ്യാനില്ല, എടുക്കുന്നവരൊന്നും ചെയ്യാനില്ല. ഇതിന്റെ പൊതുവെ മെയിൻ്റെനൻസ് എങ്ങനെ? കുറവാണ്. GLE 250 പൊതുവെ മെയിൻ്റെനൻസ് കുറവാണ് അല്ലേ? ഓക്കെ, എത്ര ഇനിയിപ്പോ ചോദിക്കുന്നത്? ഇത് 28,50,000 ആണ്. 28,50,000 വില കേട്ട് ഒന്നും നോക്കണ്ട. പക്ഷെ വില കുറച്ച് കൊടുക്കും. വില നമ്മള് ഈ പറഞ്ഞ പോലെ മുന്നൊരു വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വില പറഞ്ഞിട്ട് OLX-ലും 2-3 പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നുണ്ട്. പ്രൈസ് നോക്കണ്ട. ഏതെങ്കിലും ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും വന്നാൽ മതി. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരാം. 2015 മോഡൽ GLE 250 ആണ്. 28,50,000 കേരള നമ്പർ ആയി കഴിഞ്ഞു. ഒന്നും ചെയ്യാനില്ല, ലോണും കിട്ടും. എത്ര വരെ ലോൺ? എങ്ങനെ പോലും ഒരു 25 ലക്ഷം രൂപ സുഖമായിട്ട് മേടിച്ചു കൊടുക്കാം. 3.5 ലക്ഷം കണ്ടാൽ ഇത്രയും വലിയൊരു വണ്ടി കൊണ്ടുപോകാം. അടുത്ത വണ്ടിയില്ലേ? അടുത്തത് ഒരു ബ്ലാക്ക് ടാറ്റ സഫാരി. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഷേപ്പില്ലേ സഫാരിന്റെ, ഈ ഗ്രില്ല് മാറി വന്നേ, അതെനിക്ക് അത്ര ലൈക്ക് ആയിട്ടില്ല. കണ്ട് ഇഷ്ടാവുള്ളൂ. ഇതാദ്യം നമ്മള് കണ്ട് അല്ല, ഇത് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആണ്. ഹാരിയർ അതേ ലുക്ക് തന്നെ വന്നേ. KL 1 രജിസ്ട്രേഷൻ. ഇപ്പോഴത്തെ ഹാരിയർ ആയാലും സഫാരി ആയാലും ഒരു ഷേപ്പ് മാറി. ഹൈക്രോസിന്റെ ഒക്കെ ചോ തോന്നുന്നു. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2023 ആണത്. 23 ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള XTA ആണ്. XTA എന്ന് വെച്ചാൽ ഏറ്റവും കൂടിയതിന്റെ തൊട്ട് താഴെ വരുന്നത് ഓട്ടോമാറ്റിക് പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. വണ്ടി എല്ലാം ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പൊ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവോ? ഇല്ല, വാറണ്ടി കഴിഞ്ഞിട്ടില്ല. 26 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കാണ്. നല്ല ഡാർക്ക് എഡിഷൻ തന്നെ. ഡാർക്ക് എഡിഷൻ. ഓക്കെ, ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാകും കേട്ടോ. ടോപ്പിന്റെ ചെറിയ മാറ്റമേ ഉള്ളൂ. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ചെറിയ മാറ്റമേ ഉള്ളൂ. മൈലേജ് എത്ര കിട്ടുന്നുണ്ട് സഫാരി? മൈലേജ് കറക്റ്റ് എനിക്ക് അറിയില്ല. കാരണം ചിലർ 12-14 ഇടയിൽ കിട്ടും എന്നുള്ളതാണ്. ലോങ്ങിൽ എന്തായാലും ഒരു 14-15 കിട്ടും എന്തായാലും. ഓക്കെ, അപ്പോ പിന്നെ പ്രൈസ് വരുന്നത് 17,70,000 ചോദിക്കുന്നത്. 17,70,000 ഡീസൽ, ഓട്ടോമാറ്റിക്, XTA പ്ലസ്. ഓക്കെ, ലോൺ ഒരു 16 ലോൺ സുഖമായിട്ട് കയറും. 16 ലക്ഷം രൂപ അതിന്റെ മേലെ കയറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തതും ഒരു ബ്ലാക്ക് ബ്യൂട്ടി തന്നെ, മഹീന്ദ്ര സ്കോർപിയോ, ഓൾ ന്യൂ സ്കോർപിയോ അല്ലേ? ഓക്കെ, ഇത് 2024 ആണ്. ഇവിടുത്തെ കാര്യം തന്നെയല്ലേ? കൊടുങ്ങല്ലൂർക്കാരുടെ വണ്ടിയാണ്, നമ്മുടെ സ്വന്തം വണ്ടിയാണ്. 24 പിന്നെ ഏറ്റവും കൂടിയ വണ്ടി. ഓക്കെ, 2 വീൽ ഡ്രൈവില് ഓട്ടോമാറ്റിക് ഡീസൽ. ഓക്കെ, 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഡീസൽ, ഏറ്റവും ടോപ്പ്. 24 മോഡല്. അപ്പോൾ വാറണ്ടി എത്ര? 27 വരെ ഉണ്ടാവും. 27 വരെ മഹീന്ദ്രയുടെ വാറണ്ടിയാണ് നിൽക്കുന്നത്. എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള വണ്ടി കൂടിയാണ്. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 29 വരെ കിട്ടും അല്ലേ? ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ തന്നെ? സിംഗിൾ ഓണർ. എത്ര ഓട്ടം പോയി?
ഓട്ടം പോയേക്കണത് 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ കുറച്ച് ഹൈ ആണ്, കുറച്ച് ഓടിയിട്ടുണ്ട്. സാധാരണ ഇതും വിട്ടിട്ട് ഒരു 20,000 കിലോമീറ്റർ അടുത്ത് കൂടുതൽ ഓടിയിട്ടുണ്ട്. ഒരു 10,000 നോർമലി നമുക്ക് കൂട്ടാം. 1 ഇയറിൽ ഒരു 15,000 വരെ 18,000 20,000 കിലോമീറ്റർ കൂടുതലാണ്. പക്ഷെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു കസ്റ്റമർ ഉണ്ട്. വണ്ടി അത്രയും നല്ല മെയിൻറ്റൈൻഡ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ എടുക്കാൻ തന്നെ. റൂഫില് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം വേണ്ട ഡിസ്മാൻഡിൽ ചെയ്യാം, ഡിസ്മാൻഡിൽ ചെയ്യാം. ലഗേജ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം അല്ലേ. നല്ല വണ്ടിയാണ്. ഇതിൽ അഡാസ് വരുന്നുണ്ടോ സ്കോർപിയോയില് ലെവൽ 2? ഡൗട്ട് ഉണ്ട് അല്ലേ? ഡൗട്ട് ഉണ്ട്. ലെവൽ 2 ചോദിച്ചപ്പോൾ ഒരു ഡൗട്ടായി. ഫുൾ ഓപ്ഷൻ വണ്ടി ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല സുഖമുള്ള വണ്ടിയാണ് സ്കോർപിയോ. പഴയ സ്കോർപിയോട് ഒരു ബന്ധവുമില്ല, പേര് മാത്രമേ വെച്ചിട്ടുള്ളൂ. വണ്ടി എല്ലാ വണ്ടിയാണ്, എല്ലാ ഫീച്ചേഴ്സ് ആണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. ഇത് നമ്മളിപ്പോ ചോദിക്കുന്നത് 21.5 ലക്ഷം രൂപയാണ്. ഇത് പുതിയ ഏകദേശം എത്ര ഉണ്ട്? ഈ കസ്റ്റമർ എടുക്കുന്ന സമയത്ത് ആൾക്ക് 30 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്. പിന്നീട് എനിക്ക് തോന്നുന്നു GST ഡ്രോപ്പും അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ 29ന്റെ അടുപ്പിച്ചാണ്. ഇപ്പൊ ചോദിച്ച 21.5 ഒരു വർഷം പഴക്കമുള്ള വണ്ടി. ജസ്റ്റ് അതായത് ചെറിയൊരു ഓട്ടം കൂടുതൽ പോയിട്ടുണ്ട്. പുതിയ വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും ഒന്ന് പരിഗണിക്കാം അല്ലേ. വണ്ടി അയാൾക്ക് നന്നായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ്. അങ്ങനത്തെ കസ്റ്റമറാണ്. പിന്നെ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഈ കസ്റ്റമർ വണ്ടി പേര് മാറാണ്ട് തരൂല എന്ന് പറഞ്ഞിരുന്ന വണ്ടിയാണ് ശരിക്കും പറയാം. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഞങ്ങൾക്കും കിട്ടിയ രജിസ്ട്രേഷൻ. ഇപ്പൊ വണ്ടികൾ വിൽക്കുന്ന സമയത്ത് പല കസ്റ്റമേഴ്സിനും ഭയങ്കര ഒരു പേടിയാണ് വണ്ടി നമ്മുടെ പേരിൽ നിന്ന് മാറിയിട്ട് കൊടുക്കാനുള്ള. അപ്പൊ ആ ഒരു സംഭവം അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ നിങ്ങളുടെ വണ്ടി വിറ്റാലും നിങ്ങളുടെ പേരിലാണ് എന്നുള്ള കാര്യത്തിൽ പേടി വേണ്ട. കാരണം എന്ത് കേസ് വന്നാലും അത് ഇവർക്കാണ് ബാധിക്കുക, നിങ്ങൾക്ക് ബാധിക്കും. ആർക്ക് വേണമെങ്കിലും വണ്ടി വിൽക്കാവുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് ഇപ്പൊ TG7 കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരിലോട്ട് ഞങ്ങൾക്ക് മാറി തന്നെ വണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഏത് ഡീലേഴ്സിന്റെ അടുത്ത് കൊടുക്കുകയാണെങ്കിലും ഇതൊന്ന് അന്വേഷിച്ചിട്ട് ഉറപ്പ് വരുത്താം. പേര് മാറിയിട്ട് കൊടുക്കുമ്പോ ഇപ്പൊ എല്ലാവരും ഉണ്ട്. ഇപ്പൊ സംഭവം എല്ലാവരും ആയി കഴിഞ്ഞു, അതാണ് പറഞ്ഞത്. എന്നാലും നോക്കാം. ഓക്കെ. അപ്പോ ലോൺ മാക്സിമം ലോണൊക്കെ എന്താ 20 ലക്ഷം രൂപ സുഖമായിട്ട് വരും. 1.5 കണ്ടാൽ ഇറക്കാം. നമ്മള് തുടക്കത്തിൽ പറഞ്ഞ ഹെക്സ വീണ്ടും വന്ന സ്റ്റോക്ക് അല്ലേ. ഓക്കെ. KL 5 കോട്ടയം വണ്ടിയാണ്. ഹെക്സ അത്യാവശ്യം മൂവിങ് ഉണ്ടല്ലോ ഇവിടെ. സത്യം പറഞ്ഞാൽ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരുള്ളൂട്ടാ, അല്ലാതെ വേറെ എൻക്വയറി ഒന്നുമില്ല. പക്ഷെ അത്യാവശ്യക്കാരാണ് വന്നിട്ടുള്ളതൊക്കെ. അവര് 7 സീറ്റർ ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു 10 ലക്ഷം രൂപയുടെ ബഡ്ജറ്റിലൊക്കെ ഉള്ള വണ്ടികളുണ്ടല്ലോ, എന്നാൽ നല്ല സ്ട്രോങ് ആണല്ലോ വണ്ടി. അതെ, ടാറ്റയുടെ സേഫ്റ്റി മനസ്സിൽ കണ്ടിട്ടാണ്. 7 സീറ്റർ വണ്ടി ഒരു ഫാമിലി യൂസിന് പറ്റിയ സേഫ്റ്റി അത്രയും നോക്കുന്ന ഒരു വണ്ടിയാണ്. ഇത് 2018 ആണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിനൊരു നമ്മൾ വിറ്റതും വ്യത്യാസം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. XTA എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് വേരിയന്റ് ലെതർ സീറ്റ് ഒക്കെ വരുന്ന ഏറ്റവും കൂടിയ വണ്ടി. XTA ഏറ്റവും ടോപ്പ് ഉള്ളൂ. ഏറ്റവും ടോപ്പിന്റെ ഓട്ടോമാറ്റിക് ഹെക്സയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. 70,000 കിലോമീറ്റർ ഓടിയേക്കണത്. വില നമ്മൾ ചോദിക്കുന്നത് 9,90,000 രൂപ. ഏതാ മോഡൽ പറഞ്ഞത്? 2018 മോഡൽ 70,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 9,90 ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ ഹെക്സ നിങ്ങൾക്ക് കൊണ്ടുപോകും. ഡീസലിന് പൊതുവെ മൈലേജ് എങ്ങനെയുണ്ട്? 10-12 മാക്സിമം. ഓട്ടോമാറ്റിക്കിൽ എത്രയും കിട്ടുന്നുണ്ട്? 10-12. ഓക്കെ. അപ്പോൾ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല വണ്ടി. ഇപ്പൊ വണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒന്ന് പോളിഷ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകളൊന്ന് കാണിച്ചിട്ട് പിന്നെ തീർച്ചയായും നമ്മുടെ വീഡിയോ ആരാധകരുണ്ടല്ലോ കാണിക്കുന്നത്. ഓക്കെ. ലോൺ എത്ര കയറും? ലോൺ എന്തായാലും ഒരു 8 ലക്ഷം 8.5 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. സ്കോഡ കുഷാക് KL 69 രജിസ്ട്രേഷൻ വാഹനം. ഫുൾ ഓപ്ഷൻ ഇത് അല്ല, ഇത് അംബീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. ഓക്കെ. ഈ വണ്ടി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്, ഒരു 2 മാസം മുന്നേ കാണിച്ചിട്ടുള്ള വണ്ടിയാണ്. ഇത് കാണിച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് വില കുറച്ച് തന്നെ കൊടുക്കാന്നുള്ള ഒരു തീരുമാനം, അങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. 2023 ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവലാണ് അംബീഷൻ. പിന്നെ നല്ല വണ്ടി, സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ. ബേസിക് പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉള്ളത് തന്നെയാണ്. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാറണ്ടി ഇപ്പോൾ 23 വാറണ്ടി 26 വരെ ഉണ്ട്. വാറണ്ടി 26 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ് കുഷാക്.
വലിയ മെയിൻ്റനൻസ് ഒന്നും പേടിക്കണ്ട. പണ്ടത്തെ ഫോക്സ് വാഗണോ അല്ലെങ്കിൽ സ്കോഡയോ അല്ല ഇപ്പോഴത്തെ അല്ലേ. മൊത്തത്തിൽ മെയിൻ്റനൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മൈലേജ് ഉണ്ട്, 1 ലിറ്റർ അത്യാവശ്യം മൈലേജ് എല്ലാം ഉണ്ട്. 1 ലിറ്റർ ടർബോ ആണ് വരും അല്ലേ. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മളൊരു 9.5 ലക്ഷം രൂപ കൊടുക്കാന്ന് വിചാരിക്കും. 2023 ആണ്. 9.5 ലക്ഷം. 9,25,000 രൂപയ്ക്ക് ആംബിഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പ്രോപ്പർ സർവീസ് ഇല്ല? എല്ലാ സർവീസും പ്രോപ്പർ ആയിട്ടുള്ള ഒരു 8.25 റേഞ്ചൊക്കെ ഉറപ്പായിട്ടും കിട്ടും, ലോണും കിട്ടും. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. നല്ല അടിപൊളി ലോൺ സൗകര്യത്തിൽ നല്ലൊരു വണ്ടി അല്ലേ. ഓക്കെ. ജീപ്പ് കോമ്പസ് KL45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ വണ്ടി അല്ലേ. എങ്ങനെ ഡീറ്റെയിൽ? 2017 ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറച്ച് കണ്ടുവരുന്ന ഒരു വാഹനമാണ്. ഈ 4x4 വരുന്ന ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ചാണ്. 4x4 വളരെ എണ്ണത്തിൽ കുറവാണ്. ഇത് 4 വീൽ ഡ്രൈവ് വണ്ടിയാണ്, ഡീസൽ മാനുവൽ ആണ്. അന്ന് ഇറങ്ങുന്നതിൽ ഏറ്റവും കൂടിയ വണ്ടി, ഏറ്റവും ടോപ്പ് 17 ഏറ്റവും ടോപ്പ് വണ്ടി. അതുകൂടാതെ വേറൊരു ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ലോ കിലോമീറ്റർ ജീപ്പ് കോമ്പസ് ആണ്. ഡീസൽ എഞ്ചിൻ അല്ലേ. ഡീസൽ എഞ്ചിൻ 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. ഇതിന്റെ ഉള്ളിലെ ഈ പുതിയ മണം പോലും പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ഒരു അത്രയും നീറ്റായിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. പിന്നെ ജീപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു ഡ്രൈവിംഗ് എൻതൂസിയാസ്റ്റ് കാറാണ് അല്ലേ. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ആ പെർഫോമൻസും സ്റ്റെബിലിറ്റിയും എല്ലാം അങ്ങനെ പോകാൻ പറ്റുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ. ഒരു ക്ലെയിം ഒന്നുമില്ല, 0 ക്ലെയിം വാഹനം. നല്ല ടയർ ഭാഗം ഒന്നും ചെയ്യാനില്ല. വണ്ടി എടുത്ത് ലോൺ ഇടണമെങ്കിൽ ലോൺ ഇടാം, സുഖമായിട്ട് കൊണ്ടുനടക്കാം. കാരണം ഒന്നും ചെയ്യാനില്ല, സർവീസ് വരെ കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. എത്ര ഇപ്പൊ ചോദിക്കുന്നതിന്? നമ്മൾ 11,40,000 ആണ്. പ്രൈസ് കേൾക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നും. കിലോമീറ്റർ ആണ് അതിന്റെ ഒരു വലിയൊരു അട്രാക്ഷൻ. 4x4 കിട്ടാത്ത 4x4 ചോദിച്ചു വരൽ കുറവാണ്. പക്ഷെ ആവശ്യം നമുക്കിപ്പോ ഒരു 4x4 അന്വേഷിച്ച് കഴിഞ്ഞാൽ വണ്ടി കിട്ടാനുമില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ അത് ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ തന്നെ വന്നെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. യൂസ്ഡ് കാറിൽ അതാണ് കാറുകളുടെ റേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാ വണ്ടിയും നമ്മൾ അതുപോലെയല്ല പറഞ്ഞത്. പക്ഷെ ചില വണ്ടികൾ ആ ഒരു ഇതുണ്ടാവും, ആ ഒരു ഡിമാൻഡ് തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ 17 മോഡൽ 4x4 ഏറ്റവും ടോപ്പ് എൻഡ് 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന ജീപ്പ് കോമ്പസ് ആണ്. നിങ്ങൾക്ക് 11,90,000 11 ലക്ഷം ലോൺ കയറും. പ്രൈസ് ഞാൻ പറഞ്ഞ 11,40,000. 11,90,000. ഓക്കെ. 11,40,000 ആണ് പറഞ്ഞത്. അപ്പോൾ ഒരു 10.25 വരെയൊക്കെ ലോൺ ഉറപ്പായിട്ടും കയറും. 10 ലക്ഷം രൂപയുടെ മുകളിൽ കിട്ടും നമുക്ക് എന്തായാലും. ഓക്കെ. മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. പിന്നെ മൈലേജ് ഉണ്ടാവില്ലേ ഇതിൽ? മൈലേജ് എന്തായാലും ഒരു 14 എളുപ്പത്തിൽ കിട്ടും. 14 മുകളിൽ കിട്ടും. എന്നാലും 14 എന്തായാലും കിട്ടും. കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്. ലോ കിലോമീറ്റർ, 35,000 കിലോമീറ്റർ, ലോ കിലോമീറ്റർ. അടുത്ത വണ്ടിയിലേക്ക് സഫാരി വേണമെങ്കിൽ ഹാരിയറും ഇവിടെ ഉണ്ട്. KL13 കണ്ണൂർ വണ്ടി, നല്ലൊരു വെറൈറ്റി കളറും അല്ലേ, കോപ്പർ റെഡ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2019 ആണ്. XT മാനുവൽ ഡീസൽ ആണ്. ഓക്കെ. XT ഫുൾ ഓപ്ഷന്റെ താഴേക്ക് താഴെയുള്ളത്. XZ പ്ലസ് ഇല്ലാന്ന്? XZ പ്ലസ് ഉണ്ട്, സൺറൂഫ് ഇല്ല, സൺറൂഫ് ഇല്ലാത്ത വരുന്നത്. അല്ല അന്ന് സൺറൂഫ് ഇല്ല കേട്ടോ. 2019 ഇല്ല സൺറൂഫ്. ഓക്കെ. അപ്പോ ഡീസൽ മാനുവൽ. ഇതിനും പ്രത്യേകത എന്ന് പറയുന്നത് 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കിലോമീറ്റർ വളരെ കിലോമീറ്റർ ആണ്. ടയേഴ്സ് ഇപ്പൊ മാറിയതാണോ? അതെ പുതിയ മാറിയാണ് 4 ടയേഴ്സും. അപ്പൊ ഒന്നും ചെയ്യാനില്ല എടുക്കുന്ന ആൾക്ക്. സത്യം പറഞ്ഞാൽ കിലോമീറ്റർ കുറവ് കാണുന്ന വണ്ടികൾ ഞങ്ങൾ മാക്സിമം വില കൂട്ടി തന്നെ എടുക്കാൻ. കിലോമീറ്റർ വളരെ കുറവാണ്. ഓട്ടോമാറ്റിക് ആയിരുന്നു പറഞ്ഞത്? അല്ല, മാനുവൽ. ഓക്കെ. 19 മാനുവൽ ആണ്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇപ്പൊ നമ്മൾ 9,80,000 രൂപ. 9.5 ലക്ഷത്തിന് 9,80,000 രൂപയ്ക്ക് ഒരു ഹാരിയർ കൊണ്ടുപോകാം. ഡീസൽ മാനുവൽ ആണ്. മൈലേജ് ഒരു ലോങ്ങിലൊക്കെ 15-16 കിട്ടൂലേ സുഖമായിട്ട്. അത്യാവശ്യം മൈലേജും കിട്ടും. പിന്നെന്താ, സേഫ്റ്റി, കാണാനും ഒരു വലിയ വണ്ടിയുടെ നല്ല അതായത് ഡിസ്കവറിന്റെ പ്ലാറ്റ്ഫോം അല്ലേ. കാണുമ്പോ തന്നെ ഒരു വലിയ വണ്ടി. തീർച്ചയായും ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ്. ഓക്കെ. അപ്പോ ലോൺ ഒരു 9 ലക്ഷം വരെ കിട്ടും. 8 എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ ആളുടെ പ്രൊഫൈലൊക്കെ അനുസരിച്ചിട്ട് നോക്കിട്ടിരിക്കാം. അടുത്ത വണ്ടിയിലേക്ക്. ശരിക്കും ഈ മുതലിനെ മഹീന്ദ്ര നിർത്തിയത് ഒരു നഷ്ടമാണ് അല്ലേ. 700 ഇറക്കി, പക്ഷെ ഇതൊരു സാധനമായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വണ്ടിയായിരുന്നു. തീർച്ചയായും. XUV 500 KL7 രജിസ്ട്രേഷൻ വണ്ടി. 2016 ആണ്. വീണ്ടും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ W8. അന്നത്തെ ടോപ്പ് എൻഡ് അല്ല, അന്ന് W10 ഉണ്ട്. ഇത് പുതിയ ഷേപ്പ് ആണല്ലോ വണ്ടി. W10 ഉണ്ട്. ഇത് W8 ആണ്. ഓക്കെ. പിന്നെ ഇതും സത്യം പറഞ്ഞ ഇന്നലെ വന്നിട്ടുള്ളൂ. അപ്പൊ ഒന്ന്
ഭംഗിയാക്കാനൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടുന്നുള്ളൂ. XUV നമ്മൾ മുന്നേ കാണിച്ച വീഡിയോകളിലൊക്കെ XUVക്ക് നല്ല എൻക്വയറി ആയിരുന്നു. നല്ല ചെറിയ ബഡ്ജറ്റിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി 7 പേര് 8 പേർക്ക് സുഖമായിട്ട്. പിന്നെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ ഇത് ഒരുപാട് റീവണ്ടി ഇറങ്ങുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, ഡൽഹി പോയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കേരള വണ്ടിയും തമ്മിൽ ആനയും അമ്പാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 8,25,000 രൂപ. 2016 W8. കിലോമീറ്റർ എത്ര? 50,000. ലോ കിലോമീറ്റർ ആണ് വണ്ടി. ഓക്കെ. ഒരു ക്ലെയിം ഉള്ളല്ലോ? ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. ഹാൻഡ് ബ്രേക്ക് ആണ് എപ്പോഴും പൊട്ടാറ്. അതിന്റെ അതെന്തോ പൊട്ടിരിക്കുന്നുണ്ട്, പക്ഷെ ആ സാധനം എപ്പോഴും പൊട്ടണാണ്. എപ്പോഴും പൊട്ടുന്നത് ഹാൻഡ് ബ്രേക്ക് എപ്പോഴും. ഒരു അടിയിലെ പ്ലാസ്റ്റിക് പീസാണ് പോവാദ്യം. നമ്മളെ BMW ഡോർ പോലെ അതുപോലെ എല്ലാത്തിലും. ഓക്കെ. മാക്സിമം ലോൺ കയറോ? മാക്സിമം കയറല്ലോ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു ചെറിയ 7 സീറ്റർ കിയ കാരൻസ് ആണ്. KL 36 രജിസ്ട്രേഷൻ. ചെറിയ 7 സീറ്റർ എന്ന് പറഞ്ഞ കാര്യമില്ല, അതിന്റെ ബാക്ക് റോ അത്യാവശ്യം സ്പേസ് ഉണ്ട് അല്ലേ? ഒരു വലിയ ആൾക്കാർക്കൊക്കെ 2 പേർക്ക് സുഖമായിട്ടിരിക്കും. എങ്ങനെ ഡീറ്റെയിൽ ഇത്? പ്രസ്റ്റീജ് പ്ലസ് ആണ്. 20,000 കിലോമീറ്റർ ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന പെട്രോൾ മാനുവൽ ആണ്. ടോപ്പിന്റെ താഴെ വരുന്നതാണ്. നേരെ താഴെ പ്ലസ് അല്ല. ഓക്കെ. പിന്നെ അതുകൊണ്ടാണ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി ഒക്കെ വരുന്നത്. ഇയർ 2022 ആണ്. 22. എക്സ്റ്റൻഡ് വാറന്റി ഒന്നും ഇല്ല. ഓക്കെ. പെട്രോൾ മാനുവൽ വാഹനമാണ്. പ്രസ്റ്റീജ് പ്ലസ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ കാറ്റഗറി നോക്കുകയാണെങ്കിൽ എർട്ടിഗ എടുക്കുകയാണെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് ഒന്നും അതിൽ കിട്ടൂല. വണ്ടി ഭയങ്കര ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത്. അത് മാത്രമല്ല ഇരിക്കുമ്പോഴേ നമ്മളെ കാലൊന്നും മുട്ടൊന്നുമില്ല. നല്ല സ്പേസ് ഉള്ള ഏത് റോയിലും സ്പേസ് ഉണ്ട്. ബാക്ക് റോ കൂടെ സ്പേസ് ഉണ്ട് അത്യാവശ്യം. ഓക്കെ. ഇത് നമ്മൾ 11,90,000 രൂപയ്ക്ക് ആണ് കൊടുക്കാന്ന് വിചാരിച്ചത്. 22 മോഡൽ അല്ലേ? 11,90,000 പ്രസ്റ്റീജ് പ്ലസ് ആണ്. അത്യാവശ്യം ലോണും കിട്ടും. ഒരു 10-15 ലക്ഷം രൂപ താഴെ ലോണും. വേറെ വർക്കൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. വണ്ടി ക്ലീൻ, ഒന്നും ചെയ്യാനില്ല. ചെറിയ കിലോമീറ്റർ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ വണ്ടി വിൽക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നിട്ടാ. ആ കാര്യം ഞാൻ പറയാൻ വന്നു. അതാണ്. അപ്പോൾ വണ്ടി വിൽക്കാനുള്ളവർക്ക് ഈ പേര് മാറി കൊടുക്കുന്ന ഒരു പേടി ഉണ്ടാവില്ല. പേര് മാറാണ്ട് പലരും എടുക്കുന്നത്. അത് നിങ്ങൾ മറന്നുകൊണ്ടാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ്. കാരണം ഗവൺമെൻറ് രജിസ്ട്രേഷൻ ഇവർക്ക് കിട്ടി. അപ്പോൾ എന്ന് വെച്ചാൽ ടെമ്പററി രജിസ്ട്രേഷൻ ഇവരെ പേരിലാണ് വരിക. വണ്ടിയുടെ ഓണർഷിപ്പ് മാറുകയില്ല. നിങ്ങളുടെ വണ്ടിക്ക് കിട്ടുന്ന വില കുറയില്ല ഒരിക്കലും. നിങ്ങളിപ്പോൾ സിംഗിൾ ഓണറാണ്, അടുത്ത കസ്റ്റമറിന് കൊടുക്കുമ്പോൾ സിംഗിൾ ഓണർഷിപ്പ് തന്നെയായിരിക്കും. പക്ഷേ RTOന്റെ എല്ലാ പരിധികളും വെച്ചിട്ട് തന്നെ നമ്മളുടെ കസ്റ്റോഡിയൻ നമ്മളാവാണ്. TG7 കാർസ് ആവണം. അപ്പൊ ഇവരെ കയ്യിൽ നിന്ന് എന്ത് സംഭവിച്ചാലും അതിന്റെ മേളിൽ പിന്നീട് ഒരു ആക്സിഡന്റോ ക്ലെയിമോ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസും കുറയാൻ പോകുന്നില്ല, നിങ്ങളുടെ പേരിൽ ഒരു ഉത്തരവാദിത്വം വരില്ല, ഒരു റിസ്ക്കും ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വണ്ടി വിൽക്കാൻ പറ്റും. അപ്പോൾ വണ്ടി വിൽക്കാനുള്ളവർ ഇങ്ങനെ വിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനും കോൺടാക്ട് ചെയ്യാം. എല്ലാവരെയും നമ്പർ തന്നെ വിളിച്ചോട്ടെ. ഓക്കെ. അത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ താങ്ക് യു.